വാർത്തകൾ തുടരുന്നു. ശബരിമല അയ്യനെ ഇനി ഒരു വർഷം സേവിക്കുക. ചാലക്കുടി സ്വദേശിയായ ED പ്രസാദാകും. ഏറന്നൂർ മനയിലെ അംഗമാണ് ഇദ്ദേഹം. സാനു കെ സജീവ ചേരുന്നു. സാനു, ഒരു ഭാഗ്യം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ശബരിമല അയ്യപ്പനെ, ശാസ്താവിനെ അടുത്ത ഒരു വർഷം സേവിക്കുക എന്നുള്ളത് ഒരു നിയോഗമാണ്, ദൈവനിയോഗമാണ്, ഭാഗ്യമാണ്. എങ്ങനെയാണ് പ്രസാദ് നമ്പൂതിരി പ്രതികരിക്കുന്നത്? അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചോ? വിശദാംശങ്ങൾ സാനു. അനിൽ നമ്പ്യാർ, തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ് ED പ്രസാദ് ഉള്ളത്. അതായത് നിലവിൽ തൃശ്ശൂർ ചാലക്കുടിയിലുള്ള ആറേശ്വരം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് അദ്ദേഹം. അതായത് ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള കാനന പാത പോലെ തന്നെ അതിനെപ്പോലെ തന്നെ അല്ലെ അത്തരത്തിലുള്ള വഴികളിലൂടെ തന്നെ കയറിപ്പോകുന്ന ഒരു ക്ഷേത്രം. അതായത് ഇതും വനത്തിൻ്റെ സാദൃശ്യമുള്ള പ്രദേശം. അതിന് മുകളിൽ കുടികൊള്ളുന്ന ഒരു ധർമ്മശാസ്താവിനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഈ ശബരിമലയിലെ നറുക്കെടുപ്പ് ഉണ്ടാവുന്നതും അവിടെ തനിക്ക് ഇനി ഒരു വർഷക്കാലം അയ്യപ്പനെ പൂജിക്കാനുള്ള, പൊന്നമ്പലവാസനെ പൂജിക്കാനായിട്ടുള്ള ആ ഒരു നിയോഗം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം പൂജയിൽ വ്യാപൃതനായിരിക്കുന്ന വേളയിലാണ് ഈ ഒരു നറുക്കെടുപ്പ് നടക്കുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ശബരിമലയിലേക്കുള്ള നറുക്കെടുപ്പ് തൻ്റെ പേരാണ് ലഭിച്ചിട്ടുള്ളതെന്നും അയ്യനെ പൂജിക്കാനായിട്ടുള്ള കർത്തവ്യം തന്നിലാണ് നിക്ഷിപ്തമായിട്ടുള്ളതെന്നുള്ള കാര്യം അദ്ദേഹം അറിയുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിലാണുള്ളത്. വിവാദങ്ങൾക്കൊന്നും ശബരിമലയുടെ പ്രശസ്തി കളങ്കപ്പെടുത്താൻ സാധിക്കില്ലെന്നും ഒപ്പം തന്നെ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം ഓരോ വർഷവും കൂടി വരികയാണെന്നും അതിൻ്റെ വ്യാപ്തി ഇനിയും ഉയരുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കി. ഓരോ ഭക്തനും ശബരിമലയിലേക്ക് എത്തുമ്പോൾ അവിടെ പാലിക്കേണ്ട ആചാരങ്ങൾ, അതേപോലെ തന്നെ അനുഷ്ഠാനങ്ങൾ, വ്രതത്തോടു കൂടി എത്തേണ്ട കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ പുലർത്തണമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ അതിയായ സന്തോഷമുണ്ടെന്നും 3 വർഷം, അതായത് ഇതിനു മുൻപ് 2 തവണ അദ്ദേഹത്തിൻ്റെ പേര് ലിസ്റ്റ് വന്നെങ്കിലും നറുക്കെടുപ്പിലേക്ക് എത്താൻ സാധിച്ചില്ല. ഇക്കുറി അയ്യനെ പൂജിക്കുന്ന വേളയിൽ തന്നെ തനിക്ക് ശബരിമലയിലേക്ക് എത്താൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും നറുക്ക് വീഴുമെന്നുള്ള കാര്യത്തിൽ തനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. എന്തായാലും ഈ കിട്ടിയ ഭാഗ്യം മുജ്ജന്മ സുഹൃതമാണെന്നുമാണ് പ്രസാദ് നമ്പൂതിരി വ്യക്തമാക്കിയിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. ശബരിമല അയ്യനെ ഇനി ഒരു വർഷം സേവിക്കുക. ചാലക്കുടി സ്വദേശിയായ ED പ്രസാദാകും. ഏറന്നൂർ മനയിലെ അംഗമാണ് അദ്ദേഹം. മനു നമ്പൂതിരിയാണ് മാളികപ്പുറത്തെ നിയുക്ത മേൽശാന്തി. കൊല്ലം മയ്യനാട് സ്വദേശിയാണ്. പുതിയ നിയോഗത്തിലെ സന്തോഷം ഇരുവരും ജനം TVയോട് പങ്കുവച്ചു. രണ്ടുപേർക്കും ജനം TVയുടെ ആശംസകൾ നേരുന്നു. ശബരിമലയിൽ ഇന്നും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉഷപൂജയ്ക്ക് ശേഷം 7:30 മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടന്നു. പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാരൻ കശ്യപ് വർമ്മയാണ് ശബരിമല മേൽശാന്തിയുടെ നറുക്ക് എടുത്തത്. മാളികപ്പുറം മേൽശാന്തിയുടെ നറുക്കെടുപ്പ് പന്തളം കൊട്ടാരത്തിലെ മൈഥിലി K വർമ്മ നടത്തി. പുലർച്ചെ 4 മണിയോടെയാണ് നട തുറന്നത്. നട തുറന്ന ആ നിമിഷം മുതൽ തന്നെ ഇതുപോലെ വലിയ ഭക്തജന പ്രവാഹമാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നത്. നിയന്ത്രണങ്ങളൊക്കെ തന്നെ പാളുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്നും 50,000-ലധികം ഭക്തരാണ് ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ശബരീശ ദർശനത്തിനായി എത്തുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഈ ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലുമൊക്കെ തന്നെ ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് സന്നിധാനത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടന്നിരുന്നു. വരുന്ന ഒരു വർഷത്തേക്ക് വൃശ്ചികം 1 മുതൽ വരുന്ന ഒരു വർഷത്തേക്കുള്ള ശബരിമല, അതോടൊപ്പം തന്നെ മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടെ നടന്നിരുന്നത്. ാണ് ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാളികപ്പുറം മേൽശാന്തിയായി മനു നമ്പൂതിരിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷണ പ്രകാരം ഹൈക്കോടതി നിർദ്ദേശിച്ച ഹൈക്കോടതിയുടെ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചായിരുന്നു. അതായത് തിരക്ക് നിയന്ത്രണങ്ങൾ അപ്പാടെ പാളുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഇന്നും സമാനമായ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും വലിയ ഭക്തജന തിരക്ക്. ഉഷപൂജയ്ക്ക് ശേഷം 7:30 മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടന്നു. അരുൺ കൊടുങ്ങൂരിൻ്റെ റിപ്പോർട്ടാണ് കണ്ടത്.